ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 9:05 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലിക്വിഡിറ്റി സോൺസ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വിക്കിന് താഴെയാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ മുകളിൽ നമുക്കിവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ള ഈ ലെവലുകളിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഇന്നത്തെ. അപ്പോൾ എപ്പോഴാണോ പ്രൈസ് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇൻ കേസ് ആദ്യം തന്നെ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻട്രാഡേ റിവേഴ്സിൽ വെച്ചിട്ട് മുകളിലേക്കാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അത് മറിച്ച് നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് ആദ്യം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്കായിരിക്കും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ, എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:10 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നിന്ന് സ്വീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് ചാർട്ടിലാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സെക്ഷൻ, ഈ ഒരു ലോ ടു ഈ ഒരു ഹയർ ലോ, ഒരു ഹൈ നമുക്ക് വെച്ചിട്ട് നമുക്ക് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് സോൺ, നമ്മൾ ബൈ സൈഡ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് സോണിലുള്ള FEG നമുക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആ ലാസ്റ്റ് വിക്കിൻ്റെ ആ ലാസ്റ്റ് ക്യാൻഡിൻ്റെ ആ വിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ആ വിക്ക് എടുക്കണതെന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയണില്ല എന്തായാലും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരണം. നമ്മുടെ ആ ഡിസ്കൗണ്ട് സോണിലുള്ള ആ FEG ഏരിയയിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ. സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ട് താഴെ, നമുക്ക് FEGക്ക് തൊട്ട് താഴെ ഉള്ള വല്ല വിക്കിൻ്റെ താഴെയോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഹയർ റിസ്ക് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്കിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രൈസ് FEGയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും പ്രൈസ് അവിടെ എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:29 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഡിക്സൺ ടെക്നോളജീസിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്കാണ് നമ്മുടെ ഡിക്സൺ ടെക്നോളജീസ്. അപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്ത ഒരു റീട്രേസ് നമുക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു ഡിസ്കൗണ്ട് സോണിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു FEG നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റ് നമുക്ക് വെച്ചാൽ മതി. സ്റ്റോപ്പ് ലോസ് നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ആ വലിയ ക്യാൻഡിലിൻ്റെ ആ വിക്കിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം 1:3 ടാർഗറ്റ് ഹിറ്റാവോ അതോ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവോ ഇല്ലയോ നമുക്കതായാലും നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ FEGയിലേക്ക് എൻട്രി വന്നിട്ടില്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പ് എന്തായാലും നമുക്കൊരു ഡിക്സൺ ടെക്നോളജീസിൽ നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എന്തായാലും വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എൻട്രി എടുക്കാൻ കാരണം. പിന്നെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് ഇത് ഫെയിലായി കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്തെങ്കിലും വരുന്നുള്ളൂ. പിന്നെ ഇൻ കേസ് ഫെയിൽ ആവുകയാണെങ്കിൽ 16,900 ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 മോർ എൻട്രിയും കൂടി നമുക്ക് ട്രൈ ചെയ്യാം ഇൻ കേസ് വേണമെങ്കിൽ. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ ആദ്യം ഹിറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അതും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രൈസ് നമ്മുടെ ആ FEG ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രിക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലും നമ്മുടെ ഒരു വിക്കായിട്ടുള്ള ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഇവിടെ നിന്ന് എന്തായാലും ഒരു എൻട്രി നോക്കാം. 1 മണിക്കൂർ എടുത്തു പ്രൈസ് ആയ റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ഇവിടുന്ന് പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് മുമ്പത്തെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയുടെ ആ ലൈൻ കണ്ടോ, ആ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരണുള്ളൂ. അപ്പോൾ ഈ ചെറിയ സ്റ്റോപ്പ് ലോസ് മതി എന്തായാലും. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെയുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി നമുക്ക് എടുക്കാം. ഒരു 1:3 ടാർഗറ്റ് നമുക്ക് തൽക്കാലം നോക്കിയാൽ മതി. ഇൻ കേസ് 1:3 ടാർഗറ്റ് ഹിറ്റ് ആവണമെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് നമുക്ക് 1:5 ടാർഗറ്റ് കൂടിയും വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഡേ ഹൈ അവിടെ കടുപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം.
അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ പ്രൈസ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി 55,600 കോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 20 പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ SL വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ടാർഗറ്റിലേക്ക് നീങ്ങോ അതോ ഇൻ കേസ് ചെറിയൊരു നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട് പ്രൈസ്. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ എന്തായാലും തൽക്കാലം നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ FEG ഏരിയയിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻ കേസ് നമുക്ക് നോക്കാം ഒരു 1:3 ടാർഗറ്റ് ഹിറ്റാവാൻ ചാൻസ് ഉണ്ടോ അതോ സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ ഇല്ലയോ എന്ന് എന്തായാലും നോക്കാം. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. എന്തായാലും ഒരു 700 റുപ്പീസിൻ്റെ പെർ ലോട്ടിൽ 700 റുപ്പീസ് റിസ്കേ ഇതിനകത്ത് വരുന്നുള്ളൂ എന്തായാലും. അപ്പോൾ എന്തായാലും ഈ ട്രേഡ് ടാർഗറ്റ് എത്തണ വരെ എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈം 11:21 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 60% ടാർഗറ്റ് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ കൊടുത്തിരുന്ന ബാങ്ക് നിഫ്റ്റി 55,600ൽ ഓൾമോസ്റ്റ് 40+ പോയിൻറ്റ്സ് ഓൾറെഡി മൂവ് ചെയ്തു. ഇനിയും കുറച്ചും കൂടി അപ്വേർഡ് മൂവ്മെൻറ്റ് പോകാനുണ്ട്. കാരണം ആ ഡേ ഹൈ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലെവലുകളുണ്ട്. എന്തായാലും ഒരു ഓൾമോസ്റ്റ് 60% ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടാർഗറ്റ് എത്തോ ഇല്ലയോ എന്ന് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11:48 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഡിക്സൺ ടെക്നോളജീസിലും ഓൾമോസ്റ്റ് ഒരു 60% മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 1,000 റുപ്പീസ് പ്രോഫിറ്റ്, 1,200 റുപ്പീസ് പ്രോഫിറ്റിൽ നമുക്ക് ഓപ്ഷൻസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 40% കൂടിയും ടാർഗറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് എന്തായാലും നോക്കാം. വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നടന്നിട്ടുള്ളത്. ഒത്തിരി ടൈം എടുത്തു ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫ്രഷ് ആയിട്ടൊരു BOS ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 12:16 കഴിഞ്ഞിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിലായാലും ഡിക്സണിലെ പോലെ തന്നെ വളരെ ഒരു സ്ലോ മൂവ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഓപ്ഷനിലൊന്നും അധികം ഡീക്ക് സംഭവിച്ചിട്ടില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% ടാർഗറ്റ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 55+ പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷൻസിൽ ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രഷ് ഒരു BOSും കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ. എന്തായാലും നമുക്ക് ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് തന്നെയാണ്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടാർഗറ്റ് ഇനിയും ഹിറ്റ് ചെയ്യാനുണ്ട്. ഇൻ കേസ് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തൊരു 1:5 കൂടിയും നമ്മൾ വയ്ക്കുന്നതായിരിക്കും. ഡേ ഹൈ വരെ പോവും എന്നുള്ള ഒരു ട്രേഡ് കൂടി നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ ഇല്ലെന്ന് എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 12:35 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:3 ടാർഗറ്റ് സക്സസ്ഫുള്ളായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഓപ്ഷൻസിലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഡേ ഹൈ വരെ നമുക്ക് ടാർഗറ്റ് കുറച്ച് ട്രെയിൽ ചെയ്ത് വെച്ച് നോക്കാം. അപ്പോൾ എന്തായാലും അതും കൂടി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ കൊടുത്തപ്പോൾ നമ്മൾ നല്ലൊരു ടാർഗറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 80 പോയിൻറ്റ്സ് 100 പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും 1:3 സേഫ് ടാർഗറ്റ് നമുക്കിവിടെ ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കുറച്ചും കൂടിയും ട്രെയിൽ ചെയ്ത് നമുക്ക് ഡേ ഹൈ വരെ കൂടിയും നമുക്ക് കിട്ടുമല്ലോ എന്ന് എന്തായാലും ജസ്റ്റ് നമുക്ക് നോക്കാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കുറച്ച് കയറ്റി വയ്ക്കാം. ഒരു 25% മുകളിലേക്ക് വെച്ചിട്ട് കോസ്റ്റിന് തൊട്ട് മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് സേഫായിട്ട് കളിക്കാം. അപ്പോൾ എന്തായാലും ഒരു 1:4.5 റേഷ്യോയിൽ കൂടിയും നമുക്ക് എന്തായാലും ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി എന്തായാലും നമുക്ക് സമയമുണ്ട്. എന്തായാലും 12:36 ആയിട്ടുള്ളൂ. ഇനി എന്തായാലും വൈകുന്നേരം സമയമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റിലേക്ക് പോവോ അതോ വീണ്ടും നമ്മൾ ട്രെയിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയില്ല എന്തായാലും നോക്കാം. ഇപ്പോൾ ടൈം 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് നമുക്ക് ഒരു റിവേഴ്സിലൊരു ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് എന്തായാലും 55,600 അല്ലെങ്കിൽ കുറച്ച് നമ്മൾ 25% ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് അടിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വലിയൊരു ക്യാൻഡിലാണ് നമുക്ക് ഒരു ബെയറിഷ് ആയിട്ട് വരുന്നത്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഇനിയിപ്പോൾ എന്തായാലും ടൈമുണ്ട്, ഓൾമോസ്റ്റ് 1 o'clock ആയിട്ടുള്ളൂ. ഇനി ഓൾമോസ്റ്റ് 2:30 വരെ എന്തായാലും നോക്കി നോക്കാം. എന്നാൽ ടാർഗറ്റിലേക്ക് പോവില്ല എന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ക്യാൻഡിലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് തോന്നുമെങ്കിലും ഒരു ട്രേഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം, ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ 1:4.5 കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇൻ കേസ് 1:3 ടാർഗറ്റ് പോലും ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് വെയിറ്റ് ചെയ്യുക. ഒരു ട്രേഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടാർഗറ്റ് എത്ര വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു വെയിറ്റ് ചെയ്യണ ആ ഒരു പേഷ്യൻസാണ് നമുക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനുള്ള ഒരു ഫ്യൂവൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ടാർഗറ്റിലേക്ക് പോവുമോ അതോ നമ്മുടെ ട്രെയിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ ഇല്ലയെന്ന് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടൈം 2 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1:4.5 ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5 ടാർഗറ്റ് വെച്ചാലും ഹിറ്റാവുന്നതായിരിക്കും. എന്തായാലും ഒത്തിരി ടൈം എടുത്തു ഈ ട്രേഡ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഇത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു. ഓൾമോസ്റ്റ് 85 പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിയിൽ. നമുക്ക് നിഫ്റ്റിയുടെ ട്രേഡ് മിസ്സായിപ്പോയി, നമുക്ക് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിക്സൺ ഓൾമോസ്റ്റ് 80% മൂവ്മെൻറ്റ് നമുക്ക് തന്ന് സേഫ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ അത് തിരിഞ്ഞ് ഇറങ്ങിപ്പോയി. എന്തായാലും നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്ര ട്രേഡ് മതി. എന്തായാലും ഇത്ര ടൈം എടുത്തു, ഒരു ലോങ് ട്രേഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അത് നമുക്കൊരു സപ്പോർട്ടായിരിക്കും. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.